ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നു നിൽക്കുന്നത്. അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ എപ്പിസോഡാണെന്നൊന്നും ഒരിക്കലും കരുതരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ പകിട്ടിത്തിരി കുറവാണെന്ന് കരുതരുത്. എപ്പോഴും അവസാനത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുക, അതിൻ്റെ പകിട്ട് കൂടും, വീര്യം കൂടും. അങ്ങനെയല്ലേ നമ്മൾ കാനായിലെ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അവസാനം കൊടുത്ത കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച ആ വീഞ്ഞ് വിളമ്പിയപ്പോൾ വീഞ്ഞ് കുടിച്ച ആളുകളൊക്കെ ചോദിച്ചു, ഈ ഏറ്റവും നല്ല വീഞ്ഞ് സാധാരണ എന്താണ് ഏറ്റവും ആദ്യം കൊടുക്കും, എന്നിട്ട് ഏറ്റവും കുറഞ്ഞ വീഞ്ഞാണ് ഏറ്റവും അവസാനം. അതായത് വീഞ്ഞിൻ്റെ വീര്യമൊക്കെ കുറഞ്ഞതാണ് ഏറ്റവും അവസാനം സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ ഏറ്റവും മുന്തിയ വീഞ്ഞാണല്ലോ നിങ്ങൾ അവസാനത്തേക്ക് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ ഈ ആഴ്ചയിലെ അവസാനത്തെ ദിവസത്തെ ഈ എപ്പിസോഡാണെങ്കിലും ഏറ്റവും മുന്തിയ വീര്യം കൂടിയ കുറച്ചുകൂടെ പവറുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു എലീറ്റ് സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൊച്ചുമക്കളായ ഹന്നയുടെയും റെബേക്കയുടെയും 1ാമത്തെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ ഹാന ആൻഡ് റെബേക്ക. കർത്താവ് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഐ തിങ്ക് ദേ ആർ ട്വിൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കൊച്ചുമക്കളായ ഹാനയ്ക്ക് വേണ്ടി, റെബേക്കയ്ക്ക് വേണ്ടി കർത്താവെ, അതുപോലെ തന്നെ ലൂക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാവരുടെയും ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഉണ്ടാകുവാൻ, ദൈവിക സംരക്ഷണവും ആരോഗ്യവും ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവികമായ അനുസരണത്തിലും ദൈവകൃപയിലും വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. അതോടൊപ്പം തന്നെ ഈ വരുന്ന 31-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ പ്രത്യേകിച്ച് ക്രോസ് ഓവർ സർവീസ്, അതായത് ഈ വർഷത്തെ ന്യൂ ഇയർ ബ്ലെസ്സിംഗ് പ്രെയർ കടവന്ത്രയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്, വന്നിറങ്ങാനും പോകാനും ഒക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് വരാനും പോകാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്ഥലമാണത്. എല്ലാവരെയും പ്രത്യേകിച്ച് വൈകുന്നേരം 7 മണി മുതലുള്ള മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന രാവിലെ 10 മണിക്ക് ബൈലിംഗ്വൽ സർവീസ് നടക്കുകയാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചസിലേക്ക് ചെല്ലുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു മാസം എന്ന് പറയുന്നത് ഇത് വെളിപ്പാടിൻ്റെ മാസമാണ്, ദ മന്ത് ഓഫ് റെവലേഷൻ. അതുകൊണ്ട് കഴിഞ്ഞ സൺഡേ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സന്ദേശമായിരുന്നു ബ്രദർ ഡാമിൻ നിങ്ങൾക്ക് നൽകിയത്. ഈ ഞായറാഴ്ചയും, അതായത് നാളെയും ഈ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എൻഡ് ടൈം കാര്യങ്ങളെക്കുറിച്ചുള്ള അതിശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് നാളെ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് മിസ് ചെയ്യരുത്. ദൂരെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം, അല്ലാത്തവരെല്ലാം നേരിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചസിലേക്ക് വന്നാലും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം. യോസഫിൻ്റെ കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ചില ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആദ്യത്തെ തൻ്റെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട ശേഷം ആദ്യത്തെ 13 വർഷം ഒരു ഹോപ്പുമില്ലാതെ, പ്രത്യാശയുടെ ഒരു കിരണം പോലും ഇല്ലാതെ തൻ്റെ ജീവിതം ഇരുളടഞ്ഞതായിരുന്നു. താഴ്ത്തോട്ട് വീണ് പോകുന്നൊരനുഭവം. എന്നാൽ അതിനിടയിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നത് കൊണ്ട് താൻ ചെയ്യുന്ന ജോലിയിലെല്ലാം താൻ കൃതാർത്ഥനാണ്. എവിടെയും താൻ എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ചതിക്കുഴികളിൽ താൻ വീണു പോകുന്നത്. തൻ്റേതല്ലാത്ത കുറ്റത്തിന് അനേക പ്രാവശ്യം ആവർത്തിച്ച് അനേക വർഷങ്ങൾ താൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം മോർണിംഗ് ഗ്ലോറി നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പാസ്റ്റർ ഫിനി സ്റ്റീഫൻ പറഞ്ഞു ഓർക്കുന്നു, നെൽസൺ മണ്ടേല അനേക വർഷങ്ങളുടെ ശിക്ഷാവിധിക്ക് ശേഷം, ജയിൽവാസത്തിന് ശേഷം താൻ പുറത്തു വരുമ്പോൾ താൻ പറഞ്ഞൊരു കാര്യം, നെൽസൺ മണ്ടേല പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതുവരെ എന്നോട് ക്രൂരമായി ശിക്ഷിച്ച ആളുകളോട് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ഞാൻ ജയിലിലായിരിക്കും. എൻ്റെ മനസ്സ്
ജയിലിൻ്റെ ഉള്ളിലായിരിക്കും, തടവറയിലായിരിക്കും ഇനിയും ഞാൻ. അതുകൊണ്ട് തന്നെ ഈ യോസഫിൻ്റെ കാര്യത്തിൽ താൻ എല്ലാവരോടും ക്ഷമിച്ചു, പ്രതികാരം ചെയ്യുന്ന ഹൃദയമില്ല. തന്നെ കൊല്ലാൻ ശ്രമിച്ച, ഇപ്പോഴും താൻ ചത്തുവെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും താൻ നന്മയും ഉപകാരവും ചെയ്തുകൊണ്ടേയിരിക്കുക. കാശ് പോലും മേടിക്കാതെ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുക. എന്നാൽ തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും ഞാനിങ്ങനെ മറുവശം ചിന്തിക്കുകയാണ്. യോസഫ് യേശുവിൻ്റെ ഒരു 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 സിമ്പിളായി ടൈപ്പായിട്ടാണല്ലോ പലപ്പോഴും പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി താൻ പുറകിൽ നിന്നുകൊണ്ട് പലതും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ താൻ രംഗത്ത് വരുന്നില്ലെങ്കിലും ബാക്കിൽ നിന്നുകൊണ്ട് പല നന്മകളും ചെയ്യുന്നുണ്ട്. തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ തന്നെ ഇസ്രായേൽ ഗൃഹം ഇന്നും അവരിൽ ഒരുവനായ യഹൂദനായ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ മറഞ്ഞു നിന്നുകൊണ്ട് യഹൂദന്മാർക്ക് വേണ്ടി യേശു എന്തെല്ലാം നന്മകൾ ചരിത്രത്തിലൂടെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ഭയങ്കരമാണ്. ഇന്നലെ നമ്മൾ 44-ാം അധ്യായത്തിൻ്റെ കുറേ ഭാഗങ്ങൾ വായിച്ചു. 20 മുതൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഞാൻ പറയാൻ വരുന്നത്, യോസഫ് തന്നെത്താൻ വെളിപ്പെടുത്താതെ ഇരുന്നത് കൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ച് താൻ ഏതോ അന്യനാട്ടിലെ ഒരു ഗവർണർ എന്നോട് സംസാരിക്കുന്നത് തൻ്റെ സ്വന്തം സഹോദരനാണ് എന്നവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അവരുടെ സ്വന്തം സഹോദരനാണെന്നുള്ള കാര്യം അറിയാതെ അവരെല്ലാ വിടുവായത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുക. 20-ാമത്തെ വചനത്തിൽ, അതിന് ഞങ്ങൾ യജമാനോട്, ഞങ്ങൾക്ക് വൃദ്ധനായൊരു അപ്പനും വാർദ്ധക്യം ജനിച്ച ഒരു മകനുമുണ്ട്, അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയ ജ്യേഷ്ഠനാണ് ഈ മുമ്പിൽ നിൽക്കുന്ന അയാളോടാണ് സംസാരിക്കുന്നത്. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ, അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവൻ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുമെന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട് ബാലൻ അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ ബാലന് അപ്പനെ പിരിയാൻ സാധിക്കും, കാരണം അവൻ്റെ ചേട്ടൻ മരിച്ചുപോയി, പിന്നെ ഇവനേ ഉള്ളൂ. അതുകൊണ്ട് വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പൻ ഈ ബാലനും കൂടി നഷ്ടപ്പെട്ടാൽ മരിച്ചു പോകും. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടി വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചല്ലോ. അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനൻ്റെ വാക്കുകളെ അറിയിച്ചു. ഇവിടെ നിന്ന് പോയ ശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറേ ധാന്യം നമുക്ക് കൊള്ളുവിനെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ പോയിക്കൂടാ, അനുജൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകാം, അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയാനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു. എൻ്റെ ഭാര്യ റേച്ചൽ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി, അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞ ആളാണ് മുമ്പിൽ നിൽക്കുന്നത്, അയാളോടാണ് ഇത് പറയുന്നത്. അപ്പം ഇതെല്ലാം സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കര ഒരു സംഭവമല്ലേ, ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഇതുവരെ നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും എന്ന് വെച്ചാൽ ദുഃഖത്തോടെ ഞാൻ മരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലനില്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു, ഞങ്ങൾ അപ്പം മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അപ്പൻ ദുഃഖത്തോടെ മരിക്കും. അടിയൻ അപ്പനോട്. ഇതെല്ലാം വിസ്തരിച്ച് പറയും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, കാരണം നിങ്ങൾ പലരും വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടാകില്ല. സ്റ്റോറി ഒന്ന് മനസ്സിലായാലല്ലേ അതിൻ്റെ പൊരുൾ കിട്ടും. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിരുന്നോളാമെന്ന് പറഞ്ഞു. യഹൂദയാണല്ലോ വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുത്തിരിക്കുക. അപ്പനോട്, ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു, ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. എന്താ പറഞ്ഞു?
വിസ്തരിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്. യഹൂദ പറയാൻ, ഞാൻ ജയിലിൽ കിടന്നോളാം, പക്ഷെ ഈ ബാലനെ വിട്, ഏറ്റവും ഇളയ ചെറുക്കനാ. ബാലൻ എന്ന് ഇവിടെ പറഞ്ഞാൽ അവനിപ്പോൾ നല്ല വയസ്സുണ്ട്, എങ്കിലും അവനെ ഇവിടെ ഇടുന്ന പ്രശ്നമില്ല. കാരണം തിരിച്ചുപോയി അവനെ കണ്ടില്ലെങ്കിൽ അപ്പൻ ഉടനെ മരിച്ചു പോകും, അല്ല ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് മരിച്ചു. അതുകൊണ്ട് അവനെ വിടണം. ഞാൻ കിടന്നോളാം ഇതാണ് ഈ പറയുന്നത്. ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. സോ ദേ ആർ പ്ലീഡിങ് വിത്ത് ജോസഫ്. അങ്ങനെ അവർ പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 45-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇത്രയൊക്കെ കേട്ട സമയത്ത് പിന്നെ യോസഫിന് നിയന്ത്രണം കിട്ടുന്നില്ല. യോസഫ് പറഞ്ഞു, എല്ലാവരും പുറത്താക്കിക്കോ. കാരണം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഇവൻ്റെ മൂത്ത സഹോദരൻ ബെന്യാമിൻ്റെ മൂത്ത സഹോദരൻ പറിച്ചു കീറി കളഞ്ഞു കാട്ടുമൃഗങ്ങൾ. താനിങ്ങളുടെ ഗ്ലോറിയസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ കടിച്ചു കീറി കളഞ്ഞു. ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയി, ഒരുത്തൻ മരിച്ചുപോയി. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. മാത്രമല്ല, അപ്പന് തന്നോടുള്ള സ്നേഹത്തെയും ബെന്യാമിനുള്ള സ്നേഹത്തെയും ഒക്കെ അങ്ങനെ ഓർക്കുമ്പോൾ ബെന്യാമിനെ കണ്ടില്ലെങ്കിൽ അപ്പം ഇങ്ങനെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള രംഗങ്ങൾ കേട്ട് അതിഭയങ്കരമായി കരച്ചിൽ വരികയാണ്. ഉടൻ തന്നെ മിസ്രയീമ്യരായ എല്ലാവരും പുറത്താക്കാൻ പറയും. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും മാറ്റി നിർത്തിയ ശേഷം ആണ് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തിയത്. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. എന്ന് വെച്ചാൽ യോസഫിൻ്റെ വീട്ടിൽ ഉച്ചത്തിൽ വാവിട്ട് യോസഫ് കരയുകയാണ്. എത്രയോ വർഷങ്ങളിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾ, ബന്ധങ്ങൾ എല്ലാം റീയൂണിയനിലേക്ക് വരികയാണ്. അന്ന് കണ്ട സ്വപ്നം നിറവേറുകയാണ്. അവന് തന്നെത്താൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. ദൂരെ കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് യോസഫ് തന്നെ വെളിപ്പെടുന്നത്. ഐ ആം ജോസഫ് എന്ന് വെച്ചാൽ, നിങ്ങൾ ചത്തു എന്ന് പറയുന്ന ക്രൂര മൃഗങ്ങൾ പറിച്ചീറി കൊന്നു എന്ന് പറയുന്ന യോസഫാണ് ഞാൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി, അവൻ്റെ അകത്തൂടെ ആ സമയത്ത് പോകുന്ന വികാരങ്ങൾ എന്തെല്ലാമാണ്. എത്രയോ വർഷങ്ങളിലെ പിക്ചേഴ്സ് റീലുകളായി ഇങ്ങനെ തൻ്റെ ഉള്ളിൽ ഓടുകയാണ്. And he became so emotional. He ventilated his emotions. He cried loud. ഉറക്കെ കരയുകയാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ ട്രിപ്പിൽ വന്നപ്പോൾ തന്നെ ആളുകളെ പിടികിട്ടി. അവിടെ വെച്ച് തനിക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, forgiveness is more powerful than revenge. നമ്മൾ വിചാരിക്കും റിവെഞ്ച് എടുത്തു കഴിഞ്ഞ കാര്യം ശരിയാവും. നോ, പ്രതികാരത്തെക്കാൾ ശക്തി ഉള്ളതാണ് ക്ഷമ. എന്ന് പറഞ്ഞേ, എഴുതിയേ, ലൈവ് ചാറ്റിലിട്ടെ. പ്രതികാരത്തെക്കാൾ ശക്തി ഉള്ളതാണ് ക്ഷമ. എല്ലാവരും പറ, പ്രതികാരത്തെക്കാൾ ശക്തി ഉള്ളതാണ് ക്ഷമ. എഴുതി വെക്കുക. അതുപോലെ തന്നെ കമ്പാഷൻ ഈസ് മോർ പവർഫുൾ ദാൻ ആങ്കർ. ദേഷ്യത്തെക്കാൾ, കോപത്തെക്കാൾ ശക്തമാണ് കരുണ, മനസ്സലിവ്. യേശുവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാലും യേശു ആ ക്ഷമ അല്ലേ, റോമൻ പടയാളികൾ തൻ്റെ കൈകളിൽ കാരിരും ബാണികൾ അടിച്ചു കയറ്റുമ്പോൾ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞില്ലേ. അതുപോലെയാണ് യോസഫിനെ നമ്മളിവിടെ കാണുന്നത്.
തൻ്റെ സഹോദരങ്ങളെല്ലാം ക്ഷമിക്കുകയാണ്, തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. എന്നിട്ട് യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫാകുന്നു, നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർ കഴിഞ്ഞില്ല. എല്ലാവരുടെയും വായ് അടഞ്ഞുപോയി. What a story. What a climax. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ജോസഫ് ആകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ദൂരെ മാറി നിൽക്കുകയാണ്. ആരെവിടെ? വെട്ടു എന്ന് പറഞ്ഞാൽ തീർന്നു. വിറ്റുകളഞ്ഞതിനും കൊല്ലാൻ ശ്രമിച്ചതിനും കള്ളക്കഥകൾ ഉണ്ടാക്കിയതിനും എല്ലാം ഇവനിപ്പോൾ പ്രതികാരം ചെയ്താൽ തീർന്നു. അവരുടെ ആന്തരാവയവങ്ങളെല്ലാം വിറക്കുകയാണ്, കൈകാലുകൾ വിറക്കുകയാണ്, ആലില പോലെ വിറക്കുകയാണ്. ഒരു ഭ്രമിച്ചു നിൽക്കുകയാണ്. അടുത്തു വരാൻ പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. What is this? നിങ്ങൾ ചവിട്ടി താഴ്ത്തിയ, നിങ്ങൾ കൊന്നുകളഞ്ഞ, നിങ്ങൾ ചത്തു എന്ന് വിശ്വസിക്കുന്ന, ചത്തതിൻ്റെ തെളിവ് അപ്പൻ്റെ അടുക്കൽ കൊടുത്തിരിക്കുന്ന യോസഫാണ്, വിറ്റുകളഞ്ഞ യോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട. ഇനി അടുത്ത വിഷയം എന്തെന്ന് വെച്ചാൽ, ഇവരിനി റിഗ്രറ്റിലും റിമോഴ്സിലും പോയി ഇവരാകെ തകരാറിലാവും. അതുകൊണ്ട് ഉടനെ ആശ്വാസവാക്ക് പറയുക. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും വ്യസനിക്കുകയും വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. ഓ, he took it in a good way. He's taking it in a good way. I'm also becoming a little emotional. I'm sorry. 5-ാമത്തെ വചനം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ. And now do not be distressed and do not be angry with yourselves for selling me here, because it was to save lives that God sent me ahead of you. തൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: നിങ്ങൾ വിറ്റതാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു പേർപ്പസ് ഞാൻ കാണുന്നു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളുടെ ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാകുന്നു. നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ഒരുപക്ഷെ ഈ വിഷമങ്ങ് ഭീകരമായി മാറിയാൽ മതി, ഇവർ വല്ല മനോരോഗികളും ഭ്രാന്തന്മാരുമായി പോകും. കാരണം ചെന്ന് നിൽക്കുന്ന അധികാരിയുടെ മുമ്പിലാണ്, അന്യദേശത്താണ്, എന്ത് സംഭവിക്കാം. മാത്രമല്ല അകത്ത് വന്നിരിക്കുന്ന കുറ്റബോധം, റിഗ്രറ്റ്, റിമോഴ്സ്, അതിഭയങ്കരമായ പശ്ചാത്താപം. ഇതൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ താൻ പുതിയൊരു വ്യാഖ്യാനം അതിന് കൊടുത്തു. വിഷമിക്കണ്ട, നിങ്ങളുടെയും ലോകത്തിൽ അനേകരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്ന് വിചാരിച്ചാൽ മതി. ദേശത്ത് ക്ഷാമമുണ്ടായിട്ടിപ്പോൾ 2 സംവത്സരമായി. അപ്പോൾ 2-ാം വർഷമുണ്ട്. ദേശത്ത് ക്ഷാമമുണ്ടായിട്ടിപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുണ്ട്. ഇനി 5 വർഷം കൂടി കഴിഞ്ഞാലേ ഉഴവും കൊയ്ത്തും, ഏതെങ്കിലും രീതിയിലുള്ളൊരു കൾട്ടിവേഷൻ, ഏതെങ്കിലും രീതിയിലുള്ള കൃഷി ഇറക്കുകയുള്ളൂ. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇവിടെ നിന്ന് ചില മലയാളികൾ അമേരിക്കയിലോട്ടും പല രാജ്യങ്ങളിലോട്ടൊക്കെ പോയ ആളുകൾ അവർക്ക് വേണ്ടി ഫയൽ ചെയ്ത് പല കുടുംബങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം അങ്ങനെ ആദ്യം പോയൊരു മലയാളി അവരുടെ കുടുംബങ്ങളെയും നാട്ടുകാരെയൊക്കെ കൊണ്ടുപോയെന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ അതിൻ്റെ ഇതനുസരിച്ച് മെയിൻലി റിലേറ്റീവ്സിനെ എല്ലാവരെയും കൊണ്ടുപോയി. അപ്പോൾ നാട്ടിൽ വെച്ച് ഒത്തിരി ഉപദ്രവമൊക്കെ ഈ മനുഷ്യനെ ചെയ്തതാണ്. എന്നിട്ടും ഈ മനുഷ്യൻ്റെ നല്ല ഹൃദയം നിമിത്തം
പ്രതികാരമൊന്നും ചെയ്യാതെ അവരൊക്കെ വീണ്ടും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്യിപ്പിച്ചു. ഒരുപക്ഷെ ഇവിടുത്തെ ക്രൂരതകൾ സഹിക്കാഞ്ഞിട്ടായിരിക്കും അയാൾ നാട് വിട്ടത്. അതിനുശേഷം ഇവരെല്ലാം അവിടെ കൊണ്ടുപോയി വെൽ സെറ്റിൽഡ് ആക്കിയെങ്കിൽ ആ മനുഷ്യന് പറയാം, നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ക്രൂരത കൊണ്ടാണ് ഞാൻ നാട് വിട്ടതെങ്കിലും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് മുമ്പേ അയച്ചു എന്ന് പറയുന്ന പോലൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അത് ദൈവവുമായി കണക്ട് ചെയ്ത് താൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനം 8:28 പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരണം. ഓ മൈ ഗോഡ്, എൻ്റെ അപ്പനെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. അപ്പനോട് പറയേണ്ട കാര്യങ്ങൾ പറയാം. ക്ഷാമം ഇനി 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമിനും കണ്ണാലെ കാണുന്നുവല്ലോ. നിങ്ങളുടെ യുവർ ഓൺ ഫ്ലഷ്, യുവർ ഓൺ ബ്ലഡ്. ഐ ആം യുവർ ബ്രദർ, ഐ ആം ജോസഫ്. നിങ്ങളും ബെന്യാമിനും കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമിൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരൊക്കെയും ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിച്ചോട്ടെ. Then he threw his arms around his brother Benjamin and wept. And Benjamin embraced him, weeping. And he kissed all his brothers and wept over them. Afterward, his brothers talked with him. അനേക വർഷങ്ങളായുള്ള ഒരു വലിയ ഗ്യാപ്പ്, എല്ലാ ഹൃദയങ്ങളും തമ്മിലുണ്ടായിരുന്ന, എന്ന് വെച്ചാൽ മെയിൻലി യോസഫിനോടുണ്ടായിരുന്ന വെറുപ്പ്, അസൂയ, വിദ്വേഷം, കൊല്ലാനുള്ള വാസന, ക്രൂരമായ ചിന്തകൾ, പ്രതികാര ബുദ്ധി, ഇതെല്ലാം കൂടെ ഈ റീയൂണിയൻ്റെ ഇടയിൽ ഒഴുകിപ്പോയി. ഞാനിങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചോട്ടെ, നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ സഹോദരങ്ങൾ തമ്മിൽ, പലരും തമ്മിലുള്ള കയ്പും വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നിൽക്കുന്ന കുടിപ്പകയും പ്രതികാര ചിന്തകളും കേസും വഴക്കുമൊക്കെ ഈ നാളുകളിൽ മാറിപ്പോട്ടെ. ഡീപ് ഹീലിംഗ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പലരും എനിക്ക് മെസ്സേജ് അയച്ചവർ പറഞ്ഞു, ഞാൻ സഹോദരനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു, ഞാനത് ഞാൻ പിൻവലിച്ചു. വണ്ടർഫുൾ. നിങ്ങൾ ഇനിയും ചില കേസുകൾ ആർക്കെങ്കിലുമൊക്കെ എതിരെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കാമെങ്കിലും വിട്ടുകൊടുത്തേക്ക്. തോറ്റു കൊടുത്താൽ ജയമാണ്. വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യണ്ട, നിങ്ങൾക്കുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വരുന്നു, സ്വപ്നം കാണുന്നു. അങ്ങനെ വരുമെന്നെൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം വരുന്നു. നിരവധി കുടുംബങ്ങളിൽ, ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ ഗെറ്റ് ടുഗദർ, സഹോദരങ്ങൾ തമ്മിൽ പാർട്ടി, സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ വർഷങ്ങളായുള്ള ഗ്യാപ്പ് മാറുകയാണ്. അങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ ഞാൻ പ്രവചിക്കുന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ ആർക്കും
തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ 2 രാജ്യങ്ങളിൽ പെട്ടുപോയ ബന്ധം. ഉറച്ചു വിശ്വസിക്കുന്നു മകൻ ചത്തുപോയി, അപ്പനും വിശ്വസിക്കുന്നു, ബാക്കിയുള്ളവർക്ക് ചത്തോ ഇല്ലയോ എന്നറിയില്ല, എവിടെയെങ്കിലും ജീവിച്ചിട്ട് അടിമയായിട്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും എന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും നിന്നെ കരിവേപ്പില പോലെ എറിഞ്ഞു കളഞ്ഞാൽ നീ ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ കയ്യിലാണ്. ഏതുപേക്ഷിക്കുന്നവനെയും കർത്താവ് ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കും, അവനെ ദൈവം ഉയർത്തും. അതാണ് യോസഫിൻ്റെ കഥയിൽ സംഭവിക്കുന്നത്. എൻ്റെ സമയം തീർന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. നിരവധി വീടുകളിൽ റീയൂണിയൻ ഉണ്ടാകട്ടെ. അകന്നു നിൽക്കുന്ന സഹോദരങ്ങൾ, അമ്മയപ്പന്മാർ, അവരൊക്കെ ഒരുമിച്ച് വന്ന് ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാകട്ടെ. ഫാമിലി ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാകട്ടെ. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അവർ സല്ലാപമുണ്ടാകട്ടെ. ഒരുമിച്ച് ഭക്ഷിക്കട്ടെ, കെട്ടിപ്പിടിക്കട്ടെ, ചുംബിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വാവ് 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 എന്ന് മാത്രമല്ല കർത്താവേ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിരവധി വർഷങ്ങളായിട്ടുള്ള ഈ എപ്പിലെപ്സി പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അപസ്മാര രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. വീൽ ചെയറിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. വടി ഊന്നി നടക്കുന്നവർ അതില്ലാതെ, അതിൻ്റെ സഹായമില്ലാതെ, ക്രച്ചസ് ഇല്ലാതെ ഒക്കെ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൈനീട്ട വലിയ വിടുതലുകൾ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഒരു ലൈക്ക് കൊടുക്കുക. എല്ലാവരും കർത്താവ് സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കിനി അടുത്ത മോർണിംഗ് ഗ്ലോറികളിൽ നമുക്ക് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു. ബൈ.